ഹായ്. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഈ സൈബർ സെക്യൂരിറ്റി മേഖലയെ പറ്റിയിട്ടാണ്. നിങ്ങളുടെ കുട്ടികൾ IT പ്രൊഫഷണൽസ് ആണെങ്കിൽ, അഥവാ നിങ്ങൾക്ക് IT മേഖലയുമായിട്ട് യാതൊരു ബന്ധവുമില്ലെങ്കിൽ, നമ്മൾ കുട്ടികളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താണ് നിങ്ങളുടെ ജോലി എന്നുള്ളത്. അപ്പം ഇതിന് നമ്മളെ മനസ്സിലാക്കിക്കുന്ന രീതിയിൽ അവർക്കൊരു ഉത്തരം പറഞ്ഞു തരാൻ അവർ വളരെ പാടുപെടുന്നത് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നതാണ്. ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ IT മേഖലയിൽ മെഷീനുകൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകൾ വെച്ചിട്ടല്ല. അപ്പം ഈ വാക്കുകളെയും അതിൻ്റെ അർത്ഥത്തിനെയൊക്കെ പഠിച്ചു വരുമ്പോൾ ഏകദേശം ഒരു 6-7 മാസം എടുക്കും. അതുകൊണ്ടാണ് കൃത്യമായിട്ടൊരു ഉത്തരം തന്ന് നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്തത്. ഈ മെഷീനുകളിലും ജീവജാലങ്ങളിലും ഉള്ള ആശയവിനിമയങ്ങളെ പറ്റി പഠിക്കുന്ന മേഖലയാണ് ഈ സൈബർനെറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം വിവരസാങ്കേതിക വിദ്യയുടെയും ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ കടന്നുവരവോടുകൂടി ഈ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. കമ്പ്യൂട്ടറുകളെയും ഈ വിവരസാങ്കേതിക വിദ്യ, ഇൻ്റർനെറ്റ് മുതലായ വാക്കുകളെ നമ്മൾ വിവരിക്കുവാൻ വേണ്ടി ഈ സൈബർ എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളും അതിൻ്റെ ശൃംഖലകളും ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന ഡിജിറ്റൽ ആശയവിനിമയങ്ങളും ഇടപെടലുകളെയും ഈ കാര്യങ്ങളെല്ലാം ചേർന്ന് ഒരു വെർച്വലായിട്ടുള്ളൊരു എൻവിറോൺമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു വെർച്വലായിട്ടുള്ളൊരു പരിസ്ഥിതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വെർച്വൽ പരിസ്ഥിതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈബർ ഇടങ്ങൾ അഥവാ സൈബർ സ്പേസുകൾ എന്ന് പറയുന്നത്. ഈ സൈബർ സെക്യൂരിറ്റി മേഖലയിലെ അടിസ്ഥാനപരമായിട്ടുള്ള വാക്കുകളെ നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്ക് ഈ ഫേസ്ബുക്ക് എന്ന സേവനം ഉപയോഗിച്ചിട്ട് നമുക്കത് നോക്കാം. ഈ ഫേസ്ബുക്കിൽ നിങ്ങളുടെ സുഹൃത്തിന് ഒരു മെസ്സേജ് അയക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യണം. അപ്പം ഈ ഒരു പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഓതൻറ്റിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഫേസ്ബുക്ക് സേവനത്തിൽ നിങ്ങളുടെ ID പ്രൂഫാണ് ഈ യൂസർ നെയിമും പാസ്വേഡും. അപ്പം ഇതിന് ശേഷം നിങ്ങൾ ലോഗിൻ ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ ഉദ്ദേശിക്കുന്ന ആൾക്ക് മെസ്സേജ് അയക്കാനുള്ള അധികാരമുണ്ടോ എന്ന് നോക്കുന്നതിനെയാണ് ഓതറൈസേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നിങ്ങൾ ഉദ്ദേശിച്ച ആൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ അയാൾ നിങ്ങളുടെ സുഹൃത്തായിരിക്കണം. ഫേസ്ബുക്ക് സർവീസിൽ അയാൾ നിങ്ങളുടെ സുഹൃത്തായിരിക്കണം. അപ്പം ഇത് ഉണ്ടോയെന്ന് ആദ്യം ഈ ഫേസ്ബുക്ക് ചെക്ക് ചെയ്യും. അപ്പം ഇതുണ്ടെങ്കിൽ, ഈ ഒരു അധികാരം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അയാൾക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓതറൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ അയക്കുന്ന മെസ്സേജ് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും അല്ലാതെ വേറൊരാളും കാണാൻ പാടില്ല. അപ്പം ഈ ഒരു പ്രോസസ്സിനെ, അല്ലെങ്കിൽ ഇതിനെങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്ന ഈ പ്രോസസ്സിനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ അയക്കുന്ന മെസ്സേജ് വേറൊരാളും കാണാൻ പാടില്ല. ഇനി നിങ്ങൾ അയക്കുന്ന മെസ്സേജ് എന്താണോ മെസ്സേജ് അയച്ചത് അത് തന്നെയായിരിക്കണം നിങ്ങളുടെ സുഹൃത്തിന് കിട്ടുന്നത്. നിങ്ങളുടെ മെസ്സേജിൽ ആരെങ്കിലും കയറി തിരുത്താൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജിനെ ആരെങ്കിലും കയറി ടാമ്പർ ചെയ്യാൻ പാടില്ല. അതിൻ്റെ ഇൻറ്റഗ്രിറ്റി എപ്പോഴും കാത്തു സൂക്ഷിക്കപ്പെടണം. അപ്പം ഈ ഒരു വാക്ക്, ഇൻറ്റഗ്രിറ്റി എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ അയക്കുന്ന മെസ്സേജ് എന്താണോ അത് അതേപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിന് ലഭിച്ചിരിക്കണം. അതിൽ ഒരു ടാമ്പറിങ്ങും വരാൻ പാടില്ല. പിന്നെ നിങ്ങൾ ഇന്നൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ അത് ഉടനെ തന്നെ നിങ്ങളുടെ സുഹൃത്തിന് ലഭിച്ചിരിക്കണം. എപ്പോഴും ഈ ഒരു സേവനം അവൈലബിൾ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇതിന് പറയുന്ന പേരാണ് അവൈലബിലിറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഈ ഫണ്ടമെൻ്റലായിട്ട് സൈബർ സെക്യൂരിറ്റി മേഖല കാത്തു സൂക്ഷിക്കുന്നത്, അതായത് സംരക്ഷിക്കുന്നത്. അതായത് ഈ ഓതൻറ്റിക്കേഷൻ, നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും. ഓതറൈസേഷൻ, നിങ്ങളുടെ അവകാശങ്ങളല്ല, നിങ്ങളുടെ അധികാരങ്ങൾ, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിൻ്റെ അധികാരങ്ങൾ. പിന്നെ നിങ്ങൾ അയക്കുന്ന മെസ്സേജ് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും മാത്രമേ കാണാൻ പാടുള്ളൂ. നിങ്ങൾ അയക്കുന്ന മെസ്സേജ് അതിനൊരു മാറ്റവും വരാൻ പാടില്ല. അതിന് ഇൻറ്റഗ്രിറ്റി എന്ന് പറയും. അതേപോലെ തന്നെ നിങ്ങൾ അയക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തിന് ഈ മെസ്സേജ് ലഭിച്ചിരിക്കണം. അതിന് അവൈലബിലിറ്റി എന്ന് പറയും. ഈ സേവനം എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. അപ്പം ഈ ഫണ്ടമെൻ്റൽ കാര്യങ്ങളാണ് നമ്മുടെ സൈബർ സെക്യൂരിറ്റി മേഖലയിൽ സൈബർ എഞ്ചിനീയേഴ്സ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ജോലി ചെയ്യുന്നത്.